ദീപം ദീപം ദീപം. ഇത് കണ്ടോ, വിളക്കിൻ്റെ സൈഡൊക്കെ ചെളിയായിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി തുണി വെച്ചത് തുടയ്ക്കാം കേട്ടോ. ഞാൻ തയ്ച്ച ക്ലോത്ത് ബാഗാണ് കേട്ടോ. ലേശം തുണിയൊക്കെ ഉണ്ടാകുമ്പോൾ ഞാനിതിൽ ഇട്ട് വെക്കും. ഇങ്ങനെ ഒരു ക്ലോത്ത് ബാഗ് ഉണ്ടെങ്കിൽ നമുക്ക് തുണി കഷ്ണങ്ങളൊന്നും അവിടെ ഇവിടെയും പരതി നടക്കണ്ട. പിന്നെ ഈ ബാഗ് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്, ഒരു ഹോം ഡെക്കോർ പോലെ. ഞാനിവിടെ പൈപ്പിംഗ് ആണ് ചെയ്തിരിക്കണേ. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് തുണി എടുക്കാനും വെക്കാനും ഒക്കെ ഒത്തിരി എളുപ്പമാണ്. കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാൻ. അപ്പോൾ നമുക്കിതുപോലെ ഒരു ബാഗ് തയ്ച്ചാലോ? എൻ്റെ കയ്യിൽ ഗ്രീൻ ക്ലോത്ത് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ 2 എണ്ണം ഇങ്ങനെ വെട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ക്ലോത്ത് ഇങ്ങനെ 2ആയിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ഷേപ്പിൽ അതൊന്ന് കട്ട് ചെയ്യുക കേട്ടോ. എൻ്റെ കയ്യിൽ ഇച്ചിരി പിങ്ക് ഫാബ്രിക്കും പേർപ്പിൾ ഫാബ്രിക്കും ഉണ്ട്. അപ്പോൾ ഞാനതൊരു സൈഡ് ഇങ്ങനെ തയ്ച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. തയ്ച്ച് പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് വേറെ ഫാബ്രിക് ഇങ്ങനെ വെച്ച് അതിൻ്റെ ചീത്ത വശം ഇങ്ങനെ മേളിൽ വെച്ചിട്ട് ഇങ്ങനെ തയ്ക്കണം കേട്ടോ. ഇതുണ്ടോ, ഇങ്ങനെ തയ്ക്കണം. പിന്നെ ഞാൻ മേളിൽ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് എൻ്റെ കയ്യിൽ ഇച്ചിരി ഉണ്ടായിരുന്ന ആ പിങ്ക് ഫാബ്രിക് കേട്ടോ. പട്ടുപാവാട തയ്ച്ചപ്പോൾ ബാക്കി ഉണ്ടായിരുന്നാണത്. പിന്നെ പേർപ്പിൾ ഫാബ്രിക് ഇങ്ങനെ തയ്ച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഫൈനൽ റിസൾട്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എൻ്റെ കുഞ്ഞിക്കിളി ഇങ്ങനെ വന്ന് എന്നെ ശല്യപ്പെടുത്തുക ചെയ്യുന്ന സമയത്ത്. ഈ പിങ്ക് തുണി വെച്ചിട്ട് ഞാൻ ഇങ്ങനെ തയ്ച്ചിട്ടുണ്ട്. പിന്നെ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന അവിടെ ഞാനിത് തയ്ച്ച് പിടിപ്പിക്കാൻ പോവാണ് കേട്ടോ. ഇതാണ് ഫൈനൽ റിസൾട്ടോ. നല്ല ഭംഗിയില്ലേ കാണാൻ? പിന്നെ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ.